ചവിട്ടിയിട്ടുണ്ട്, ക്ലച്ചും ചവിട്ടിയിട്ടുണ്ട്, ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ അതേ സാഹചര്യം ഇപ്പോൾ നമ്മൾ താഴെ ചെയ്ത പോലെ ആദ്യം ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, വണ്ടി നേരെ പുറകോട്ട് പോകും. ഇതാ കണ്ടോ. ഓക്കെ, വണ്ടി ഫ്രണ്ട്സ് പ്രിൻസിപ്പൽ ഡ്രൈവിംഗ് സ്കൂളിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഹാഫ് ക്ലച്ച് ആണ് കേട്ടോ. ഇപ്പോഴും പലർക്കും ഇപ്പോൾ ലൈസൻസ് എടുത്ത ആൾക്കാർക്ക് പോലും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സാധനമാണ് ഹാഫ് ക്ലച്ച്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഈ ലൈസൻസ് എടുക്കാൻ പോകുന്ന പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, കാരണം നമുക്ക് പലർക്കും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഹാഫ് ക്ലച്ച്. പെട്ടെന്ന് വാഹനം ഓഫായി പോവുക, അല്ലെങ്കിൽ എന്താണ് പെട്ടെന്ന് വണ്ടി ചാടി ഓഫാവുക, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഹെച്ചിൻ്റെയൊക്കെ ട്രാക്കിൽ കയറുമ്പോൾ മിക്കവാറും പലർക്കും ഓഫായി പോകുന്ന ഈ പറയുന്ന ഹാഫ് ക്ലച്ചിൻ്റെ മിസ്റ്റേക്കാണ്. അതുപോലെ തന്നെ റോഡ് ടെസ്റ്റ് ആയാലും നമ്മുടെ ഈ കയറ്റം വാക്കിലും മറ്റുമൊക്കെ വാഹനം നിർത്തിയിട്ട് എടുക്കാൻ പറയുമ്പോൾ മിക്കവാറും ഹാഫ് ക്ലച്ചിലായിരിക്കും മിക്കവാറും ആൾക്കാർ ഫെയിലായി പോകുന്നു, വാഹനം പെട്ടെന്ന് ഓഫായി പോകും. ഓക്കെ, അപ്പോൾ ഹാഫ് ക്ലച്ച് എങ്ങനെ കൃത്യമായ രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അളവ് എങ്ങനെ പഠിച്ചെടുക്കുക, അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം തിരക്ക് കുറഞ്ഞ ഒരു റോഡ് തിരഞ്ഞെടുക്കുക കേട്ടോ. തിരക്ക് കുറഞ്ഞ റോഡോ ഗ്രൗണ്ടോ എന്തെങ്കിലും തിരഞ്ഞെടുക്കുക. ആദ്യം നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ നിരപ്പായ ഒരു ഗ്രൗണ്ടോ റോഡോ തന്നെ ചൂസ് ചെയ്യുക കേട്ടോ ആദ്യം ചെയ്യുമ്പോൾ. ഓക്കെ, അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നിങ്ങൾ പഠിക്കുമ്പോഴായാലും കൃത്യമായിട്ട് സീറ്റ് ബെൽറ്റ് ധരിക്കുക. ഓക്കെ, ബാക്കി മിററും കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പോവുക. സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് എങ്ങനെയാണോ നമ്മൾ ജസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവർ ആയിരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യുമോ അതേ കാര്യങ്ങൾ തന്നെ നിങ്ങൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴും ചെയ്യണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് എന്താണ് ഗിയർ മാറ്റി പഠിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലി ടെസ്റ്റിൻ്റെ സമയത്തായാലും നമ്മൾ മറക്കില്ല, നമ്മൾ അറിയാതെ അങ്ങ് ചെയ്തോളൂ, അതല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അത്യാവശ്യം നിരപ്പായ റോഡിലാണ്. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് ജസ്റ്റ് ആദ്യം ഹാഫ് ക്ലച്ച് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഇപ്പോൾ ബ്രേക്കിൽ നിന്ന് പതിയെ കാലെടുക്കാനായിട്ട് പോവുകയാണ്. ബ്രേക്കിൽ നിന്ന് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ ബ്രേക്കും ചവിട്ടിയിട്ടുണ്ട്, ക്ലച്ചും ഫുള്ള് ചവിട്ടിയിട്ടുണ്ട്, ഹാൻഡ് ബ്രേക്ക് റിലീസാണ്, ഫസ്റ്റ് ഗിയറും ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ബ്രേക്കിൽ നിന്ന് പതിയെ കാലെടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഞാൻ എൻ്റെ കാല് റിലീസായിട്ടുണ്ട്. വണ്ടി പിന്നോട്ടൊന്നും പോവില്ല, കാരണം എന്താണ്, നിരപ്പായ റോഡാണ്, അതുകൊണ്ട് വണ്ടി ഇങ്ങനെ നിൽക്കും. പക്ഷേ അതേസമയം കയറ്റം വാക്കിലാണെങ്കിൽ അവിടെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഇതുപോലെ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് വണ്ടി എന്ത് ചെയ്യും, പുറകോട്ട് വരും. ഓക്കെ, ഇത് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഞാൻ ബ്രേക്കിൽ നിന്ന് റിലീസ് ചെയ്തു. ഇനി നമ്മൾ ക്ലച്ച് പതിയെ വിടുകയാണ് കേട്ടോ, പതിയെ. ഓക്കെ, ഇപ്പോൾ ഞാൻ ചവിട്ടിയിട്ടുണ്ട്, പതിയെ വിടുകയാണേ. ഓക്കെ, നല്ല സ്ലോയിലാണ് വിടുന്നത്. ഓക്കെ, കണ്ടോ, നമുക്ക് ഈ ഒരു പോയിന്റ് കിട്ടുമ്പോൾ നമ്മുടെ വണ്ടി ജസ്റ്റ് എന്ത് ചെയ്യും, ഉരുണ്ട് തുടങ്ങും. കണ്ടോ, ചെറുതായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോൾ പതിയെ നമ്മുടെ വണ്ടി അനങ്ങി തുടങ്ങും. നമുക്ക് താഴെ ക്യാമറ ഇല്ല, നമ്മൾ ആ ഒരു ഫെസിലിറ്റിയൊക്കെ കൊണ്ടുവരും കേട്ടോ എപ്പോഴെങ്കിലും. ഓക്കെ, അപ്പോൾ പതിയെ റിലീസ് ചെയ്യാൻ പതിയെ ഉരുണ്ടോ. ഓക്കെ, ഈ ഒരു പോയിന്റ് വെച്ച് നിങ്ങൾ ആദ്യം പഠിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ തിരക്ക് കുറഞ്ഞ റോഡോ അല്ലെങ്കിൽ ഗ്രൗണ്ടോ എന്ത് ചെയ്യുക, ആദ്യം ഉപയോഗിക്കുക നമ്മുടെ ഹാഫ് ക്ലച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഈ ഒരു ക്ലച്ച് മാത്രം വെച്ച് പയ്യെ അനക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, കുറച്ച് ദൂരം പോവുക, വീണ്ടും എന്ത് ചെയ്യുക, ബ്രേക്ക് ചവിട്ടുക, ക്ലച്ചും ഫുള്ള് ചവിട്ടുക, വീണ്ടും എന്ത് ചെയ്യുക, പതിയെ ബ്രേക്ക് റിലീസ് ചെയ്യുക, എന്ത് ചെയ്യുക, ക്ലച്ച് പതിയെ എന്ത് ചെയ്യുക, വീണ്ടും പതിയെ വിട്ട് പയ്യെ അനക്കി പഠിക്കുക. ആദ്യത്തെ സ്റ്റേജ് ഇതാണ്. നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യുക, ക്ലച്ച് ആദ്യം അതിൻ്റെ ഒരു പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇത് കഴിയുമ്പോൾ നിങ്ങൾ ഇത്രയും വലിയ കയറ്റമൊന്നും ആദ്യം എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇത്തി കൂടെ ചെറിയ കയറ്റമായാലും പ്രശ്നമില്ല. ഓക്കെ, നമുക്ക് ഇനി ആ ഒരു കയറ്റത്തെ കൊണ്ടിട്ട് നമുക്ക് അടുത്ത സ്റ്റേജ് നോക്കാം കേട്ടോ ഇതിൻ്റെ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ ആ നേരത്തെ കണ്ട കയറ്റത്തിൽ കയറി നിൽപ്പുണ്ട്. ഇപ്പം ഞാൻ ബ്രേക്കും ചവിട്ടിയിട്ടുണ്ട്, ക്ലച്ചും ചവിട്ടിയിട്ടുണ്ട്, ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ അതേ സാഹചര്യം ഇപ്പോൾ നമ്മൾ താഴെ ചെയ്ത പോലെ ആദ്യം ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, വണ്ടി നേരെ പുറകോട്ട് പോകും. ഇതാ കണ്ടോ. ഓക്കെ, വണ്ടി പുറകോട്ട് പോകും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യരുത്. ചെയ്യേണ്ടത് ആദ്യം എന്ത് ചെയ്യുക, ഹാഫ് ക്ലച്ച് പിടിക്കുക. ഓക്കെ, ആദ്യം ഹാഫ് ക്ലച്ച് പിടിക്കുക, പതിയെ വിടുക, പതിയെ. അപ്പോൾ നമുക്ക് നേരത്തെ നിരപ്പായ റോഡിൽ നിങ്ങൾ പയ്യെ ക്ലച്ച് വിട്ട ടൈമിൽ നിങ്ങൾക്ക് ഒരു വൈബ്രേഷൻ പോയിന്റ് കഴിഞ്ഞപ്പോഴായിരിക്കും വണ്ടി പയ്യെ എന്ത് ചെയ്ത് റണ്ണായി തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഒരു വൈബ്രേഷൻ പോയിന്റ്. ഓക്കെ, ഇപ്പോൾ എനിക്ക് ആ ഒരു വൈബ്രേഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് എന്താ പറയുക, അറിയാൻ പറ്റൂല നമുക്ക്, എങ്കിലും നമുക്ക് അല്ലാതെ എന്ത് ചെയ്യും, നിങ്ങളിപ്പോൾ വണ്ടി ഓട്ടിക്കുന്ന ടൈമിൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ആ ഒരു സൗണ്ടിൽ ചെറിയൊരു വേരിയേഷൻ വരും. ഇനി സൗണ്ട് ഇല്ലെങ്കിലും നമുക്ക് കാലിൽ ആ ക്ലച്ചുമായിട്ടുള്ള ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് പിടികിട്ടും. ഓക്കെ, ആ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. ആ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പതിയെ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ക്ലച്ച് പതിയെ വിട്ട് ആ ഒരു ഹാഫ് ക്ലച്ച് പോയിന്റ് വെച്ചിട്ടുണ്ട്. ഞാൻ അതിന് ശേഷം ബ്രേക്കിൽ നിന്ന് കാലെടുത്തു. കണ്ടോ, എൻ്റെ ഈ ഒരു കാലിപ്പോൾ ഫ്രീ ആണ്. ഓക്കെ, ഞാൻ ക്ലച്ചിലാണ് ഇപ്പോൾ വണ്ടി നിർത്തിയിട്ടുള്ളത്, കണ്ടല്ലോ. ഓക്കെ, ക്ലച്ചിൽ മാത്രമാണ് വണ്ടി നിർത്തിയിട്ടുള്ളത്, വേറെ ബ്രേക്കോ ഹാൻഡ് ബ്രേക്കോ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം ചെയ്യുമ്പോൾ കിട്ടിയെന്ന് വരത്തില്ല, 2, 3, 4, ചിലപ്പോൾ 10, 20, 50 തവണ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, നിങ്ങൾ സെക്കൻഡ് സ്റ്റേജിൽ പഠിക്കേണ്ട ഈ ഒരു സാധനമാണ് ഹാഫ് ക്ലച്ചിൽ കയറ്റത്തിൽ വണ്ടി പുറകോട്ടോ ഒന്നും പോകാതെ എന്ത് ചെയ്യുക,
ബ്രേക്കൊന്നും ചവിട്ടാതെ ഈ ഒരു പോയിന്റിൽ നമുക്ക് നിർത്താൻ പറ്റണം. ഓക്കെ, അതെന്ത് ചെയ്യുക, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ സ്റ്റേജ് നോക്കിയോ. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ വൈബ്രേഷൻ പോയിന്റ് ഞാൻ വീണ്ടും പിടിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഞാൻ ബ്രേക്കും ചവിട്ടിയിട്ടുണ്ട്, ക്ലച്ചും ചവിട്ടിയിട്ടുണ്ട്. ഞാൻ ക്ലച്ച് പതിയെ വിട്ട് ഓക്കെ, എനിക്ക് ആ ഒരു വൈബ്രേഷൻ പോയിന്റ് കിട്ടി. ഞാൻ ശേഷം എന്ത് ചെയ്തു, ബ്രേക്കിൽ നിന്ന് കാലെടുക്കുകയാണ്. ഓക്കെ, ബ്രേക്കിൽ നിന്ന് കാലെടുത്തു. ശേഷം ആക്സിലേറ്റർ കൊടുക്കുക. ഓക്കെ, ഇവിടെ കയറ്റം വായിക്കുന്ന വണ്ടി എടുക്കുന്ന ടൈമിലാണ് ഞാൻ പറയുന്നത് ആക്സിലേറ്റർ എന്ത് ചെയ്യുക, കൊടുക്കുക. ആക്സിലേറ്റർ കൊടുക്കുന്നതനുസരിച്ച് പയ്യെ എന്ത് ചെയ്യുക, ക്ലച്ച് പതിയെ വിടുക. അപ്പോഴേക്കും വണ്ടി എന്ത് ചെയ്യും, മുന്നോട്ട് മൂവ് ആവും. ഓക്കെ, പറഞ്ഞ സംഗതി പിടിയിട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഞാൻ വീണ്ടും ചവിട്ടി നിർത്തി കേട്ടോ. ഓക്കെ, ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ട്, ക്ലച്ച് ചവിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഗിയറിലാണ് കയറ്റം ബാക്കിലൊക്കെ വണ്ടി ഓഫാകാതെ എടുക്കാൻ വേണ്ടി ഫസ്റ്റ് ഗിയർ തന്നെ ഉപയോഗിക്കുക കേട്ടോ. ഓക്കെ, അതും ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഓഫാകും. നമ്മൾ ഇതൊക്കെ ചെയ്താലും ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിലോ സെക്കൻഡ് ഗിയറിലൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വണ്ടി എന്തായും, ഓഫായി പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ ആണോ എന്നും കൂടെ ചെക്ക് ചെയ്യുക. ശേഷം എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിൻ്റ് എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക, ആ ഒരു വൈബ്രേഷൻ പോയിൻ്റ്. ശേഷം ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക, ആക്സിലേറ്റർ കൊടുക്കുന്ന മുറയ്ക്ക് എന്ത് ചെയ്യുക, ക്ലച്ച് കുറച്ചുകൂടെ പതിയെ റിലീസ് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇപ്പം മുന്നിൽ നിന്ന് വണ്ടി വരുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് അങ്ങോട്ട് പോവാം കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഒരുമിച്ച് എല്ലാം കൂടെ വേണം എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും പലപ്പോഴും പലർക്കും എന്ത് ചെയ്യുന്നത്, ഒന്നും പഠിക്കാൻ പറ്റാതായി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതെല്ലാം ഓരോ സെക്ഷനായിട്ട് പഠിച്ചെടുക്കുക. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിരപ്പായ റോഡ് ചെയ്തിട്ട് നിങ്ങൾ ഹാഫ് ക്ലച്ച് പഠിക്കുക. ആ ഒരു ടൈമിൽ നമുക്കിപ്പോൾ എന്താ ഈ പറഞ്ഞ രീതിയിൽ ബ്രേക്ക് ഇല്ലാതെ നമുക്ക് ബ്രേക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ ആക്സിലേറ്റർ ഒന്നും ഇല്ലാതെ ഹാഫ് ക്ലച്ചിൽ വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു പോയിന്റ്, അല്ലെങ്കിൽ ആ കാലിൽ ചിലർക്കൊക്കെ ഹാഫ് ക്ലച്ച് പിടിക്കുമ്പോൾ ഈ കാലിൻ്റെ പാദത്തിലൊക്കെ വേദന അനുഭവപ്പെടാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ കാല് വിറയ്ക്കുന്ന ഒരു ഇതൊക്കെ കാണും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ ആദ്യം എന്ത് ചെയ്യുക, ഈ പറഞ്ഞ രീതിയിൽ നിരപ്പായ റോഡ് തിരഞ്ഞെടുക്കുക. തിരക്ക് കുറഞ്ഞ റോഡുകളായിരിക്കണം, അല്ലെങ്കിൽ ഗ്രൗണ്ടുകളിലായിരിക്കണം. എന്ത് ചെയ്യുക, പയ്യെ ഹാഫ് ക്ലച്ചിൽ വെച്ച് വണ്ടി പയ്യെ അനക്കി പഠിക്കുക. ഓക്കെ, അതിനുശേഷം അത് നല്ല രീതിയിൽ തറവായതിനു ശേഷം ഏതെങ്കിലും ഒരു ചെറിയ കയറ്റം എടുക്കുക. ഇതുപോലെ എന്ത് ചെയ്യുക, ഹാഫ് ക്ലച്ചിൽ വണ്ടി നിർത്തുക. ഓക്കെ, അതായത് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോൾ ആ ഒരു വൈബ്രേഷൻ പോയിന്റിൽ എന്ത് ചെയ്യരുത്, വണ്ടി പുറകോട്ട് പോകരുത്. ആ രീതിയിൽ നമ്മൾ നിൽക്കണം. ഹാഫ് ക്ലച്ച് മാത്രം ഉപയോഗിച്ച് വണ്ടി ആ ഒരു കയറ്റത്തിൽ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, നിർത്തുക. അതിനുശേഷം നിങ്ങൾ അടുത്ത സ്റ്റേജിൽ വേണം എന്ത് ചെയ്യാൻ, ആക്സിലേറ്ററോട് കൊടുത്ത് പഠിക്കാൻ. ഓക്കെ, അപ്പോഴേ നിങ്ങൾക്ക് സുഖമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. വളരെ എളുപ്പമാണ്. ഓക്കെ, പ്രാക്ടീസാണ് മെയിൻ ആയിട്ട്. നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താലേ വളരെ സിമ്പിളാണ്. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കുക. ഞങ്ങൾക്കുണ്ടാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാം കേട്ടോ. പിന്നെ ചിലപ്പോഴൊക്കെ വീഡിയോസിന് ലേഖ വരുന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം തിരക്കുകളായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരെ ഗുഡ് ബൈ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.